അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ നടി ശ്വേതാ മേനോന്റെ ഹർജി എറണാകുളം മുനിസിഫ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഹർജിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതിന് എതിരായ ശ്വേതയുടെ വാദം കോടതി ഇന്ന് കേൾക്കുന്നുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടിയും എതിർപ്പ് അറിയിക്കും. സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച നടി ലക്ഷ്മിപ്രിയയ്ക്ക് എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അൻസിബ നൽകിയിട്ടുള്ള സ്വകാര്യ അന്യായത്തിൽ ഇന്ന് വിധിയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ പല സ്വഭാവത്തിലുള്ള ഹർജികൾ ആണ് കോടതിക്ക് മുന്നിൽ ഉള്ളത്. അതിലെന്തൊക്കെ നീക്കങ്ങൾക്കാണ് സാധ്യത? അഭിലാഷ്, പ്രധാനമായിട്ടും ശ്വേതാ മേനോൻ അതായത് താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടിരിക്കുന്ന തർക്കങ്ങൾക്കൊടുവിൽ ശ്വേതാ മേനോൻ കോടതിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അത് ശ്വേതാ മേനോൻ അതിൽ അവരുടെ പ്രതിഷേധം അറിയിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ അഡ്ഹോക് കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളെ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു അത് തിരിച്ചുവിടുന്ന നടപടിക്രമങ്ങളിലേക്കും ഒക്കെ ചോദ്യം ചെയ്തു കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും അവിടെ ആജ്ഞ ഈ സൂചിപ്പിക്കുന്ന പോലെ നമുക്കറിയാമല്ലോ, അമ്മയിലെ വലിയ പൊട്ടിത്തെറി, അൻസിബയുടെ പ്രതികരണം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള തുടർച്ചയായ മറ്റ് പ്രതികരണങ്ങൾ, പരസ്പരം വിഴുപ്പലക്കൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ഈ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയുന്നു എന്ന തരത്തിൽ ശ്വേതയുടെ പ്രതികരണം വന്നത്. അതായത് ഭരണസമിതി ഇല്ലാതാകുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണല്ലോ സ്വാഭാവികമായും അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അവിടെയും പിന്നീട് ശ്വേത നിലപാട് മാറ്റിയൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അവിടെ ഈ സംഘടനയുടെ ബൈലോയും അത്തരം നടപടിക്രമങ്ങളും മാത്രമായിരിക്കുമല്ലോ കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്. അതിനപ്പുറത്ത് നടത്തിയ പ്രതികരണങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നും തന്നെ കോടതിക്ക് മുന്നിൽ വിലപ്പോകില്ലല്ലോ. അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. പ്രധാനമായും അഡ്ഹോക് കമ്മിറ്റിക്ക് ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാനുള്ള സാധ്യതയില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാദമാണ് ശ്വേതാ മേനോൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. അതായത് നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടുന്ന സാഹചര്യം ആരോപണ വിധേയർ പലരും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് അടിയന്തരമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട സാഹചര്യത്തിലും അത് അടുത്ത ജനറൽ ബോഡി വരെ ആ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം ഇവിടെ താനും തൻ്റെ ടീമും രാജിവെക്കുന്നു, ഞാനും എൻ്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്ന് ശ്വേതാ മേനോൻ മീഡിയകൾക്ക് മുൻപാകെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുന്നു, പുതിയ അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു. അതായത് നിലവിൽ രാജിവെച്ച അംഗങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരണമെന്ന് തന്നെയാണ് ശ്വേതയുടെ ആവശ്യം. അതായത് ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല എടുക്കാനോ ഉള്ള നീക്കം അല്ലെങ്കിൽ അത്തരത്തിൽ ബൈലോ പ്രകാരമുള്ള നിയമമില്ല എന്നാണ് പ്രധാനമായും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ ആ പരാതിയുമായിട്ടാണ് ശ്വേത കോടതിയിലുള്ളത്. അതേസമയം അൻസിബ ഹസൻ കേസിൽ കക്ഷി ചേരുന്നതുമായി ബന്ധപ്പെട്ടും ശ്വേതാ മേനോൻ എതിരഭിപ്രായം അറിയിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, രമേശ് പിഷാരടിയും അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിക്രമങ്ങളിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ അധികാരം സ്റ്റേ ചെയ്തതുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ രമേശ് പിഷാരടിയായിരുന്നു. കോടതി ഇടപെട്ട് അത് സ്റ്റേ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നതും അതും ചോദ്യം ചെയ്യും. അത്തരം വാദങ്ങളായിരിക്കുമെന്ന് കോടതി നടക്കുക. അതിനിടെ മാല പാർവതി, ഉഷ ഹസീന, അതുപോലെ അൻസിബ ഹസൻ, ഈ തുടങ്ങിയ നടിമാർ, പൊന്നമ്മ ബാബു തുടങ്ങിയ നടിമാരൊക്കെ ചേർന്നിട്ട് ഈ അമ്മയുടെ ഭരണം രജിസ്ട്രാർക്ക് വിടണമെന്നൊരു കത്ത് നൽകിയിട്ടുണ്ട്. രജിസ്ട്രാർ ഭരണം കൊണ്ടുവരണമെന്ന ആവശ്യമായിട്ടാണ് ഈ വനിതാ അംഗങ്ങൾ രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പ്രധാനമായും 1955 തിരുവിതാംകൂർ കൊച്ചി ശാസ്ത്ര സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ 19 പ്രയോഗിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും. രാജിവെച്ച് പോയവർ തിരികെ വന്നത് നിയമവിരുദ്ധമാണ്, ബൈലോകൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിട്ട് തിരികെ വരുന്നത്. അതായത് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത് തങ്ങൾ പ്രഖ്യാപനം നടത്തിയെങ്കിലും നിയമപരമായി രാജിവെച്ചിട്ടില്ല. അതേസമയം മിനിറ്റ്സുകൾ അപൂർണമാണ്, കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള മിനിറ്റ്സുകൾ അപൂർണമാണ് എന്നുള്ള തർക്കം കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു. പ്രതിഭാഗം അത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ശ്വേതാ മേനോനും സംഘവും രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മിനിറ്റ്സിൽ എഴുതി ചേർത്തിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റി ഈ ചുമതല ഏൽപ്പിക്കുന്ന കാര്യവും മിനിറ്റ്സിൽ എഴുതി ചേർത്തിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ, അതായത് അപൂർണമായിട്ടൊരു മിനിറ്റ്സും ആണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയിട്ടുള്ളതെന്നുള്ള എതിർവാദവും വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമപരമായി തുടരാമോ എന്നുള്ള കാര്യം പ്രധാന ചോദ്യമാവുകയാണ്. ആ കാര്യത്തിൽ നിന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും വ്യക്തത ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. നിയമപരമാണോ
അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമ്മയുടെ ഈ ഭരണസമിതി, അതായത് എക്സിക്യൂട്ടീവ് ഭരണസമിതി രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതേ കമ്മിറ്റി തന്നെയാണോ അഡ്ഹോക് കമ്മിറ്റിയായി തുടരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ശ്വേതാ മേനോന് നൽകിയിരിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ അധികാരം ചോദ്യം ചെയ്ത് കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ അൻസിബ ഹസൻ കൂടി കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. അൻസിബ ഹസനെ കൂടി കക്ഷി ചേർക്കുന്ന കാര്യം തീർച്ചയായും അവിടെ മറ്റൊരു വിഷയം കൂടിയുള്ളത് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അതായത് ഈ വിഴുപ്പലക്കൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ ആരോപണങ്ങളിൽ ചിലത് കടുത്തതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അൻസിബ ഇപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു ചില പരാതികളൊക്കെ പോലീസ് സ്റ്റേഷൻ വഴി അൻസിബ നൽകിയതാണ്. പക്ഷെ പോലീസ് പ്രാഥമികമായി ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാനൊന്നും സാധിക്കില്ല എന്ന് ടിനി ടോം ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയിലൊക്കെ കണ്ടെത്തിയൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പരാതിയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രധാനമായിട്ടും അഭിലാഷ് അതായത് അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ പാലാരിവട്ടം പോലീസാണ് കേസെടുക്കാൻ കഴിയില്ല, പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയിരുന്നത്, പാലാരിവട്ടം പോലീസ് അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്ക് മറുപടിയായിട്ട് നൽകിയിരുന്നു. അതുമാത്രമല്ല അൻസിബ നൽകിയ സ്വകാര്യ അന്യായം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സ്വകാര്യ അന്യായം നൽകിയിട്ടുണ്ട്. ആ കാര്യത്തിലും ഇന്ന് വിധിയുണ്ടാകും. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് വിധി പറയുന്നത്. നേരത്തെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്ന സാഹചര്യത്തിൽ കേസ് എടുത്തിരുന്നില്ല എന്നുള്ള സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഈ സ്വകാര്യ അന്യായം പരിഗണിക്കുക. കേസെടുക്കാനാകില്ല എന്ന് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല തന്നെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ നൽകിയ ഹർജി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്വേതാ മേനോൻ നൽകിയ ഹർജിയും ഇനി പരിഗണിക്കും. എന്തായാലും അമ്മയെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണിത്. അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ മക്കൾ നൽകിയിട്ടുള്ള രണ്ട് പരാതികൾ, പ്രധാനപ്പെട്ട രണ്ട് പരാതികൾ, ഒന്ന് അൻസിബ ഹസൻ വേഴ്സസ് ലക്ഷ്മിപ്രിയ എന്നുള്ളതും മറ്റത് ശ്വേതാ മേനോൻ വേഴ്സസ് അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള രണ്ട് പരാതികളാണ് ഇന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. എന്തായാലും അമ്മയെ സംബന്ധിച്ചിട്ട് പ്രധാനമായും ഈ രണ്ട് പരാതികളും പ്രധാനമാണ്, നിർണായകമാണ്. പ്രധാനമായും അഡ്ഹോക് കമ്മിറ്റി നിയമപരമാണോ എന്നുള്ള കാര്യം കോടതി പരിശോധിക്കും. അതുപോലെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയെ സംബന്ധിച്ചിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി നിലവിൽ വന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആരോപണ വിധേയർ കമ്മിറ്റിയിൽ തുടർന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടുന്ന സാഹചര്യത്തിൽ അതേ കമ്മിറ്റി തന്നെ അതായത് കൈനീട്ടവും മറ്റ് സഞ്ജീവനി പോലത്തുള്ള പദ്ധതികളുടെ നടത്തിപ്പിനായി അതേ കമ്മിറ്റി തന്നെ മറ്റൊരു കമ്മിറ്റി നിലവിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു കമ്മിറ്റി നിലവിൽ വരുന്നത് വരെ അതേ കമ്മിറ്റി തന്നെ അഡ്ഹോക് കമ്മിറ്റിയെ തുടരട്ടെ എന്നുള്ള തീരുമാനം തന്നെ ഇവിടെയും വേണമെന്നുള്ളതാണ് ശ്വേതാ മേനോന്റെ ആവശ്യം. പ്രത്യേകിച്ചും അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നത് ഈ താനടക്കമുള്ള മറ്റാളുകളും രാജിവെക്കുന്നു എന്നുള്ള പ്രഖ്യാപനത്തിന് ശേഷമാണ് അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരുന്നത്. പക്ഷേ അഡ്ഹോക് കമ്മിറ്റിയെ തുടരേണ്ടത് നിലവിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് ശ്വേതാ മേനോൻ കോടതിയിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ഹോക് കമ്മിറ്റി നിയമപരമാണോ എന്നുള്ള കാര്യമാണ് കോടതി പരിശോധിക്കുക. അതുമാത്രമല്ല ശ്വേതാ മേനോനെ സംബന്ധിച്ചിട്ടും ഈ വിധി നിർണായകമാണ്. ശ്വേതാ മേനോന്റെ രാജിയടക്കം അല്ലെങ്കിൽ മിനിറ്റ്സുകൾ അപൂർണമായിട്ടുള്ള മിനിറ്റ്സാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങളും കോടതി ഇന്ന് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അമ്മയെ സംബന്ധിച്ചിട്ടും ഇന്ന് നിർണായകമാണ് കോടതി വിധി എന്ന് വേണം മനസ്സിലാക്കാൻ. അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ, ആജ്ഞ പറയുന്നത് പോലെ അമ്മയുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ഹർജികൾ ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിലൊന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് അൻസിബ ഹസൻ ലക്ഷ്മിപ്രിയയ്ക്ക് എതിരെ നൽകിയിട്ടുള്ള പരാതിയാണ്. ഈ രണ്ട് വിഷയങ്ങളിൽ കോടതിയിൽ നിർണായകമായ നീക്കങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.